ട്രാവലേഴ്സ് ഹോളിഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊടൈക്കനാൽ രാമക്കൽമുടി യാത്രയുടെ സെക്കൻഡ് ഡേ അതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കൊടൈക്കനാലിൽ നിന്ന് നമ്മളിത് ഒരു ബ്യൂട്ടിഫുൾ റോഡ് വഴി ഡിണ്ടിഗൽ കമ്പന്തേനി ഹൈവേയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോണത്. ഈ ഒരു ചുരം ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഹൈവേയിൽ കയറുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇനി കമ്പത്തും മുന്തിരിത്തോട്ടങ്ങളൊക്കെ പോയി കണ്ട് അവിടെ നിന്ന് രാമക്കൽമേട്, അവിടെ അടിപൊളി ജീപ്പ് ട്രക്കിങ് കാര്യങ്ങൾ, സൈറ്റ് സീയിങ്, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വിഷ്വൽസ് കാണാം. നമ്മളപ്പോൾ ഇറങ്ങി വരുന്ന വഴിയിൽ നിന്ന് ഓറഞ്ച് വാങ്ങി. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യമായിട്ടും കൊള്ളില്ല, മധുരമൊന്നുമില്ല. അത് അവിടെ വെച്ചേക്കണ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതെ, വീഡിയോയില് പറയുമ്പോൾ അടിപൊളിയായിട്ട് പറയണല്ലോ വെച്ചിട്ട് പറയണതാ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നാട്ടിൽ ഇതിൽ നല്ല ഓറഞ്ച് കിട്ടും. എന്തായാലും ചതിക്കപ്പെട്ടു ഗൈസ്. അല്ലെ, നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഇറങ്ങി വരുന്ന വഴി ഇപ്പോൾ നമ്മളെ മെയിൻ റോഡ് എത്താറായി, കമ്പന്തേനി മെയിൻ റോഡ് എത്താറായി. അവിടെ നിന്ന് വാങ്ങിയതാണ്. കൊടൈക്കനാലിൽ കിട്ടണത് നല്ലതായിരിക്കും, കാരണം അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടൊന്നും അങ്ങനെ മോശം ടേസ്റ്റ് തോന്നിയിട്ടില്ല. മീൻസ് നല്ല മധുരമുള്ളതിനെ കിട്ടാറുള്ളത്. ഇത് ആകെ വെള്ളം അടിച്ചു കയറ്റിയ പോലെ ഉണ്ട് ഓറഞ്ചിൻ്റെ ഉള്ളിൽ. നമ്മുടെ ശബരേട്ടൻ പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയോണ്ടാണ് ഇത്ര വൃത്തിയായിട്ട സാധനം കിട്ടിയതാണെന്ന് എനിക്ക് പറയാനുള്ളത്. പറ്റിപ്പോയി ഗൈസ്. ഓറഞ്ച് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങി ചുരം ഇറങ്ങിയപ്പോൾ അടിയിൽ ഹൈവേയുടെ അവിടെ തറയിട്ടുണ്ട്, കമ്പന്തേനി ഹൈവേയുടെ അവിടെ. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല കോടുണ്ട്. വരുന്ന വഴിയിൽ കുറച്ച് ദൂരം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും പുറത്തേക്ക് കാണാൻ നിങ്ങൾക്ക് അവിടെ കൊക്കയാണ്. പക്ഷെ അങ്ങോട്ട് താഴത്തേക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നില്ല കോട കാരണം. നൈസ് തണുപ്പുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു ക്ലൈമറ്റാണ്. രാമക്കൽമേട് നമ്മൾ വിളിച്ചു ചോദിച്ചു, അവിടെയും അത്യാവശ്യം തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ഈ റോഡ് അടിപൊളിയാട്ടാ. നമ്മളിപ്പോൾ പഴനിന്ന് കൊടൈക്കനാൽ കയറി വരുന്ന ചുരം ചെറിയൊരു റോഡാണ്, കുറച്ച് റിസ്ക് ആണ്. അതായത് ബസ്സുകളൊക്കെ വരുമ്പോൾ ഒരു ബസ് ഓപ്പോസിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ വേണം. ചെറിയ റോഡാണ്, അധികം എന്താ പറയുക ഡെവലപ്മെന്റ് ഇല്ല അവിടെ. മീൻസ് അവർക്ക് പറ്റാജന്റാണ്. അവിടെ മാക്സിമം അവർ പറ്റണ ഗ്യാപ്പിൽ എടുത്തിട്ടുണ്ട് റോഡ്. ഇനി പിന്നെ അവിടെ മൗണ്ടൻ സൈഡാണ്, അധികം അവർക്ക് വീതി കൂട്ടാൻ പറ്റില്ല. ഇടയ്ക്ക് പാറടിഞ്ഞ് വീഴലും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ റൂട്ട് പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വീതിയുള്ള അടിപൊളി റൂട്ടാണ്. നമുക്ക് സുഖമായിട്ട് പോവാം. ബസ്സുകൾ ഇപ്പോൾ ഓപ്പോസിറ്റ് വലിയ വണ്ടികൾ ഒരെണ്ണം വന്നാലും ഒതുക്കൊന്നും വേണ്ട, രണ്ട് വണ്ടിക്ക് സുഖമായിട്ട് പോകാനുള്ള വീതി റോഡിനുണ്ട്. എന്തായാലും നല്ലൊരു റൂട്ടാണ്. പിന്നെ വെയിൽ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴി പോയി കമ്പം തേനി ഹൈവേയിൽ കയറും. അവിടെ നിന്ന് നേരെ പോയി നമ്മൾ ലെഫ്റ്റ് പോവും, റൈറ്റ് പോവും. റൈറ്റ് തിരിഞ്ഞ് കയറി നമുക്ക് കേരളത്തിലേക്ക് വീണ്ടും എൻട്രി. അങ്ങനെയാണ് രാമക്കൽമേട് റൂട്ട് വരുന്നത്. ഇനി മൂന്നാർ പോണവർക്ക് കമ്പെത്തണതിന് മുമ്പ് തേനിന്ന് തിരിയാം. തേനിന്ന് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മൂന്നാർക്കുള്ള റൂട്ടാണ്. മറ്റേ ആനയിറങ്ങാൾ ഡാം വഴി ആ റൂട്ട്, രാജകുമാരി, ബോഡിമെട്ട്, പൂപ്പാറ ആ റൂട്ട്. അത് അടിപൊളി റൂട്ടാട്ടാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട റൂട്ടാണ് എല്ലാവരും. ബൈക്കേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ഇങ്ങനെ വന്ന് തിരിച്ച് പഴനി വഴി ഇറങ്ങി പോവാതെ മൂന്നാർ വഴി ഇറങ്ങി പോകാൻ ശ്രമിക്കുക. അടിപൊളി റൂട്ടാണ്. റൂട്ടിൽ കുരങ്ങന്മാരുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ പോണ റൂട്ടിലുള്ള ഒരു ഡാമാണ്, മഞ്ഞളാർ ഡാമാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് ബസ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇപ്പോൾ അത്യാവശ്യം കോട നിൽക്കണ കാരണമാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ശരിക്കും. അവിടെ നമുക്ക് നിർത്താൻ നേരമില്ലാത്ത കാരണമാണ്. ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, മഞ്ഞളാർ ഡാം. കോടറങ്ങി വരുന്ന നോക്കിയാൽ മോളൊന്ന് അടിപൊളിയാണ്. നമ്മളങ്ങനെ കമ്പത്ത് ഇനി ഹൈവേ കയറാൻ പോവാണ്. ചെറിയ റോഡ് കഴിഞ്ഞു, ഇനി വലിയൊരു ഹൈവേ ആണ്. അതായത് പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ കൊടൈക്കനാലിലേക്ക് പഴനി വഴി കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പോലെ അതേ ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട് ഫോറസ്റ്റിന്റെ. വണ്ടിയിൽ വല്ല മദ്യം കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ ഇവരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ കൈക്കൂലി വാങ്ങിയിട്ട് വിടുള്ളൂ. പോക്കറ്റ് ഫുള്ള് കാലിയാക്കിയിട്ട് അവർ വിടുള്ളൂ.
അപ്പോൾ ചേട്ടാ നമ്മൾ ഹൈവേ കയറുകയാണ്. അടിപൊളി റോഡാണ്. ഇനി ഈ റോഡ് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി വീതി കൂടും, 4 വരി പോലെയാവും. ഇത് ഇനി ഇവിടെ നിന്ന് തേക്കടിയല്ല, വണ്ടിപ്പെരിയാറ്, കുമ്മളി ആ റൂട്ട് വരെയും പക്ക റോഡാണ്. അടിപൊളി റോഡ്. കാറൊക്കെ ആണെങ്കിൽ ഒരു 100-100 രൂപയിൽ സുഖമായിട്ട് പോവാം. ബസ് നമുക്കിപ്പോൾ ബസ്സിന് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് ബസ് സ്പീഡ് കയറില്ല. നമ്മുടെ ഗവൺമെന്റ് ചെയ്തു വെച്ചേക്കണ ഓരോ മഹത്തായ കാര്യങ്ങളാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയപരമായി സംസാരിക്കല്ല, അപ്പോൾ നമ്മൾ എല്ലാം പറയണമല്ലോ പറയുമ്പോൾ, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. അപ്പം എന്തായാലും എന്താ കമ്പം തേനി ദിണ്ടിക്കൽ ഹൈവേ. നമ്മളപ്പോൾ കമ്പത്ത് മുന്തിരിത്തോട്ടങ്ങളിൽ മുന്തിരിവള്ളികൾ തളിർക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടിരിക്കുകയാണ്. കമ്പം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 15 കിലോമീറ്റർ. 2 സൈഡും കാണാം ഇഷ്ടം പോലെ കരിമ്പിൻ്റെ തോട്ടങ്ങൾ, അതുപോലെ നെൽവയലുകൾ, ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. നല്ല ക്ലൈമറ്റ് ഉണ്ട് അവിടെ. അതൊക്കെ തെങ്ങും തോപ്പ് അടിപൊളി. നല്ല റോഡാണ്. അപ്പുറത്തുപുറത്തൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. കരിമ്പൊക്കെ നിൽക്കണുണ്ട് കഴിഞ്ഞാലേ കൊതിയാവും. ഫ്രഷായിട്ട് വിൽക്കണുണ്ട് കേട്ടോ ഒരു വഴിയിൽ. നമുക്ക് നിർത്താൻ നേരമില്ലാത്ത കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഇത് കുറച്ച് കരിമ്പൊക്കെ വാങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കായിരുന്നു. കമ്പത്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇതാണ് ഹൈവേ. ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ജെനീസ് ഗ്രേപ്പ് ഗാർഡൻ ആൻഡ് ഫാം. അടിപൊളിയാണ്. ഇവിടെ മുന്തിരി ജ്യൂസ്, മുന്തിരി ചായ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. മുന്തിരിയൊക്കെ നല്ല റേറ്റ് കുറവിൽ വാങ്ങാം. ജാമ്, വൈനുകൾ എല്ലാം സെയിലുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തോട്ടത്തിലേക്ക് പോവാം. ഇവർ ആൾക്കാർ വാങ്ങിക്കൊണ്ടുണ്ടല്ലോ, ഓരോ പെട്ടി കണക്കിനാണ് ഇവിടെ മുന്തിരി വിൽക്കുക. റേറ്റൊക്കെ കുറവാണ് പുറത്ത് നമ്മൾ അവിടെ കിട്ടണ കേട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെ ഫാമല്ല. റേറ്റും കാര്യങ്ങളും പിന്നെ ബാക്കി പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തോട്ടത്തിലേക്ക് പോവാം. കാണുന്നത് സഹ്യപർവ്വത നിരകളാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കേരളമാണ്. ഇവിടെ നിന്നുള്ള ചൂട് കാറ്റും ടെമ്പറേച്ചറിനെയൊക്കെ മാറ്റി കേരളത്തിനെ കൂളായിട്ട് നിർത്തിയിരുന്നത് ഈ മൗണ്ടൻ റേഞ്ചാണ്, നമ്മുടെ സ്വന്തം. നമ്മളിപ്പോൾ ഹൈവേയുടെ ആ റൂട്ട് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മീൻസ് ഞാൻ കാണിച്ചെന്ന റൂട്ട് നേരെ പോയി കഴിഞ്ഞാൽ തേക്കടി, കുമ്മളി, വണ്ടിപ്പെരിയാർ ആ റൂട്ടാണ്. നമുക്കിനി ഇവിടെ നിന്ന് റിട്ടേൺ പോയിട്ട് മീൻസ് ആ സൈഡ് ആ മലയുടെ മുകളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ രാമക്കൽമേട്, അവിടേക്കാണ് നമ്മളിനി പോണത്. അപ്പം മുന്തിരിത്തോട്ടം കാണാം. നല്ല ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഒരു 5-8 ബസ്സുകൾ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് കയറി നോക്കാം. ഇത് വളരെ വലിയൊരു ഫാമാണ്. ഒരുപാട് ഏക്കർ കണക്കിന് വലിയൊരു ഫാമാണ്. അതിൽ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ആൾക്കാർക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ബാക്കി സ്ഥലത്തുള്ള എന്താ പറയുക കൃഷിയൊന്നും ആൾക്കാർ നശിപ്പിക്കാതിരിക്കാനാണ്. ഇത് ആയിട്ടില്ല, വിളഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. ഇതിലൊന്നും മുന്തിരി ഇല്ല. ഈ സൈഡിലുള്ള മൊത്തം ചെടികളുടെ മുന്തിരി ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അതാ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. മുന്തിരി വൈനൊക്കെ ഉണ്ട്. നമ്മളത് ഒരു ഗ്ലാസ് വാങ്ങി. 100 രൂപ ഒരു ഗ്ലാസ് വൈനിന്. മധുരമില്ല കേട്ടോ, നോൺ ആൽക്കഹോളിക്കാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മധുരം കുറവാണ്. ഞാൻ കുറച്ച് മധുരം ഉണ്ടോയെന്ന് വിചാരിച്ചു, ഇല്ല.
അപ്പോൾ ഇതാണ് കമ്പത്തിലത്തെ മുന്തിരിത്തോട്ടം. ഇവിടെ കുറേ മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് ഇത്, ജെനീസ് ഗ്രേപ്പ് ഫാം. അതെ, നമ്മളിപ്പോൾ മുന്തിരിവള്ളികളുടെ അടിയിൽ കൂടെയാണ് നിൽക്കുന്നത്. അവിടേക്കൊന്നും എൻട്രി ഇല്ല. ഇവിടെ വിസിറ്റേഴ്സിന് കുറച്ച് സ്ഥലം ജസ്റ്റ് കാണാം. ഗ്രേപ്പിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ മെയിനായിട്ട് പറഞ്ഞ പോലെ മുന്തിരി വാങ്ങാനോ കഴിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണിത്. മുന്തിരിയുടെ അടിയിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഫാം കാണാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ് അത്ര തന്നെ ഉള്ളൂ. ഇതിനായിട്ട് നമ്മൾ ആരും ഇങ്ങോട്ട് വരുന്നതല്ല. ഇപ്പം നമ്മൾ കൊടൈക്കനാൽ രാമക്കൽമേട് പോണ റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ ഡിവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണ്. തേക്കടി പോവുകയാണെങ്കിലും പോണ റൂട്ടിലാണ് ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ട് മാത്രം ഇവിടെ കാരണതാണ്. അല്ലാതെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രം ആരും ഇങ്ങോട്ട് വരാൻ നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ട്രിപ്പിൻ്റെ ഇടയിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ കയറുക, അത്രേ ഉള്ളൂ. അതുപോലെ മുന്തിരിയുടെ സെയിൽസ് ഉണ്ട്. ഈ ഒരു പെട്ടി 2.5 കിലോ വരുന്ന പെട്ടിക്ക് 150 രൂപയാണ് വില ഇപ്പോഴത്തെ റേറ്റ്. ഫ്രഷായിട്ട് അവർ ഫാമിൽ നിന്ന് പറിച്ച് പാക്ക് ചെയ്ത് തരും. അതുപോലെ വൈന് ഉണ്ട്. മുന്തിരി ജ്യൂസ് അപ്പുറത്ത് അവിടെ അവർ വിൽക്കുന്നുണ്ട് ഫ്രഷായിട്ട്. ഇവിടെ മുന്തിരി ജ്യൂസും അടിച്ച് കൊടുക്കുന്നുണ്ട് ഇവർ ഫ്രഷായിട്ട്. നല്ല വാഷ് ചെയ്ത് മധുരം ഇട്ടിട്ടൊക്കെ തരുന്നത്. മധുരം വേണ്ടവർക്ക് അങ്ങനെയും കിട്ടും. നമ്മൾ പറഞ്ഞാൽ വാങ്ങിയിട്ട് 40 രൂപയാണ് ഒരു ഗ്ലാസ് ജ്യൂസിന് വില. ഫ്രഷ് ജ്യൂസ്, വെള്ളമൊന്നും ചേർക്കാതെ അടിപൊളി മുന്തിരി ജ്യൂസ്. ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. ഇവിടത്തെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് മുന്തിരിത്തോട്ടം കണ്ട് എല്ലാവരും തിരിച്ചു പോവാണ്. നമുക്കിനി ആ മല കയറി ഇറങ്ങണം. അതിൻ്റെ അപ്പുറത്താണ് രാമക്കൽമേട്. ആ മല കയറ്റി ഇറക്കാൻ പറ്റുമോ മിസ്റ്റർ ശബരിദാസ്? ശ്രമിച്ചു നോക്കാം. വേഗം പോയാ. നമ്മളിതാ കമ്പത്തുനിന്ന് വീണ്ടും തിരിച്ച് വന്ന വഴി വന്ന ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിയാണ്. ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കേരളം, കമ്പംമേട്ട്. വീണ്ടും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു ഗായ്സ്. ഇവിടെ നമ്മൾ തിരിയും. ഈ റൂട്ടാണ് ഇനി രാമക്കൽമേട്. ബാരിക്കേഡ് വെച്ചിട്ട് ബുദ്ധിമുട്ടാലോ, നോക്കാം. കുറെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് റൂട്ടിലാകെ ബുദ്ധിമുട്ടാണ്. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അപ്പൊ ഇനി നേരെ രാമക്കൽമേട്.
കേരളത്തിലേക്ക് കയറിയിട്ടോ. കേരളത്തിൽ കയറുന്നതും അതാ നമ്മളെ വെൽക്കം ചെയ്യുന്നു ക്യാമറ. ഇത്ര ദൂരം വണ്ടി ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് ക്യാമറ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയത ക്യാമറ നല്ലതാണ്, ക്യാമറനെ കുറ്റം പറയില്ല, നിയമലംഘനങ്ങൾ പറയണം. പക്ഷെ സ്പീഡിന് ക്യാമറ വെക്കണത് ഒരിക്കലും യോജിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മീൻസ് തിരക്കുള്ള സ്ഥലങ്ങളിലും അതുപോലെ ടൗൺ ഏരിയാസിലൊക്കെ അവർ സ്പീഡ് ലിമിറ്റർ വെച്ച് ക്യാമറ വെക്കട്ടെ. നല്ല 6 വരി പാതയിലൊക്കെ സ്പീഡ് ലിമിറ്റർ വെച്ച് 100 സ്പീഡിലേ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 90 സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയണത് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കേരളത്തിലേക്ക് സ്വാഗതം. സമയം ഉച്ചയ്ക്ക് 2:45, പക്ഷെ ഇവിടെ അത്യാവശ്യം തണുപ്പാണ്. ഇപ്പോഴും നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ രാമക്കൽമേട് എത്താറായി. അവിടെ ഇപ്പോൾ ലഞ്ച് കഴിച്ച് നമ്മൾ ജീപ്പിലാണ് ട്രക്കിങ്ങിന് പോവുക, സ്ഥലങ്ങൾ കാണാനൊക്കെ. വലിയ വണ്ടിയൊന്നും പോവില്ല, അപ്പോൾ ജീപ്പിൽ പോകണം. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. റോഡ് നല്ല അടിപൊളിയാക്കി കൊണ്ടുവരുന്നുണ്ട് അവർ. നല്ല കോട, അവിടെ മലയുടെ മുകളിലേക്കൊന്നും കാണാനില്ല. നമ്മളപ്പോൾ അത് ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ ജീപ്പിൽ ഓഫ് റോഡിങ് ട്രക്കിങ്ങിനുള്ള സെറ്റായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ട് ജീപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി ആ റൂട്ട് പോയി കുറച്ച് ജീപ്പ് ട്രക്കിങ്, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു മല കയറാനുണ്ട്. പിന്നെ ഒരു സ്റ്റാച്യു, കുറത്തി സ്റ്റാച്യു കാര്യങ്ങൾ, അതൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെയാണ് രാമക്കൽമേട് കാണാനുള്ളത് മെയിനായിട്ട്. ആമപ്പാറ, സോളാർ ഫാം, പിന്നെ ഒരു വ്യൂ പോയിൻ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെയാണ് പോണ വഴിയിൽ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാട്ടോ. മഴയ്ക്ക് ചാൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മഴയ്ക്ക് ചാൻസ് ഉണ്ട് ചെറുതായിട്ട്. നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം. ജീപ്പിൽ ഓരോ ടീമുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ പോവും. ഒരു ജീപ്പും കൂടി വരാൻ വെയിറ്റ് ചെയ്യണം. ഒരു കുത്തനുള്ള കയറ്റത്തിലാണ് ഇപ്പോൾ ജീപ്പുകൾ സൈഡ് കൊടുത്ത് അങ്ങോട്ടും പോയിട്ടിരിക്കുന്നത് കേട്ടോ. വളരെ റിസ്കി ആയിട്ടുള്ളൊരു ട്രക്കിങ്ങാണ്. മീൻസ് അവർ അതിൽ പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. നല്ല കുത്തനായിട്ടുള്ളൊരു കയറ്റത്തിലാണ്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നമ്മളിത് ഫസ്റ്റ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, ആമപ്പാറ. ചേട്ടാ ഈ സ്ഥലത്തിനെ കുറിച്ചൊന്ന് പറയൂ. ഇത് ആമയുടെ ഷേപ്പുള്ള പാറയാണ്. അതാണ് ആമപ്പാറ എന്ന പേര് കിട്ടാൻ കാരണം. ആമപ്പാറ അതായത് സ്ഥിരം അത് ഡെയിലി ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. എല്ലാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. നല്ല അടിപൊളി വ്യൂ ആണ്. അടിപൊളി അതിനകത്ത് കാരണം ഗുഹയുണ്ട്. അത് ഇരുന്ന് കിടന്ന് ഒക്കെ നിരങ്ങി ഒക്കെ വേണം പോകാൻ. നല്ല അടിപൊളി ആണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അത് കയറി അതിനകത്ത് കയറിയാൽ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കയറുക. ഇതാണ് ആമപ്പാറ. ആമയുടെ ഷേപ്പിലുള്ള ഒരു പാറയാണ്. നോക്കൂ, തല, ബോഡി, അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല. നമുക്ക് ലോങ് ഏരിയൽ വ്യൂ എന്നൊക്കെ കറക്റ്റ് മനസ്സിലാവും. ഒരു ആമയുടെ ഷേപ്പിലുള്ള പാറയാണിത്. അങ്ങോട്ട് കടക്കാൻ പറ്റും. ഒരു ഗുഹ പോലെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങോട്ട് പോയി നോക്കാം. ഈ ഒരു ഇടുങ്ങിയ ഗ്യാപ്പ് കൂടെ വേണം നമുക്കിനി അങ്ങോട്ട് കിടക്കാൻ. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയുണ്ടാ കിടക്കോ? ആ വഴി പോയവര് തിരിച്ചിറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. പുനർജനി മുഴുവനൊക്കെ കേട്ടിട്ടുള്ളൂ, അതുപോലെയാണ് ഇപ്പൊ ഈ ഒരു പാറയുടെ കൂടെ വരുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പൊ അത് അവിടത്തെ പരിപാടി കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇനി ജന്മത്തെ ഒരു സ്ഥലത്തും പാറ കാണാൻ പോവില്ല അല്ലേ? അവിടുന്ന് ഒരു മനോഹരമായ ഒരു വ്യൂ നോക്കൂ. ഇനിയിപ്പോ ഇവിടെ നമ്മള് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. പോവാ, നടന്നോളൂ. അപ്പൊ ആ കാണുന്നതാണ് ആമപ്പാറ. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ ഏകദേശം ഒരു ഷേപ്പ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ബോഡി അതുപോലെ ഹെഡ്. നമ്മളിനി ഇവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് പോവാണ്. നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് ജീപ്പ് നിർത്തി അവിടെ നിന്ന് നടന്നു പോയിട്ടിരിക്കുകയാണ്. കേരള തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ അത് വ്യൂ പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് കമ്പം കാണാം. അതായത് നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ പോയില്ലോ, ആ സ്ഥലം ഇവിടെ നിന്ന് കാണാം. കണ്ടാൽ മനസ്സിലാവുന്നില്ല ഇത്ര ദൂരത്ത് നിന്നാലും, പറയുകയാണ് അതാണ് സ്ഥലം എന്ന്. വ്യൂ പോയിന്റ് എന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാട്ടാ. ഇങ്ങനെ വരുമ്പോൾ ആഹാ, അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട് കേട്ടോ. അത് വേറെ റൂട്ട് ട്രക്കിങ് വന്നിട്ട് അങ്ങനെ കയറി വെക്കണതാണ്. അതേപോലെ ഒരു പാറയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണത്. ഭാഗത്തേക്ക് പൊക്കെയാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ. ഹെവി റിസ്ക് ആണ്. അവിടെ നിങ്ങളെ പുറകിരിക്കുന്നവരും വ്യൂ പോയിന്റിൽ നിന്ന് ഇനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പോയിന്റ് കുറത്തി മല, അതിൻ്റെ സ്റ്റാച്യു അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുകളിൽ കാണാം സ്റ്റാച്യു. അങ്ങോട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് പേര് അവിടെ നിന്ന് ആ മല കയറി ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേര് ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് കുറവൻകുറത്തി സ്റ്റാച്യു. കുറവൻകുറത്തി അവരൊരു കുട്ടി, അതാണ് സ്റ്റാച്യൂല് കാണുന്നത്. ടൗണിന്ന് ഇതാ ഇത്രയും മുകളിലാണ്, അവിടെയാണ് ബസ്സുകളൊക്കെ നിർത്തിയേക്കണത്. ഹൈറ്റ് കയറി വരണം. നേരെ ഓപ്പോസിറ്റ് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടേക്കാണ് ബാക്കി കുറച്ച് ആൾക്കാർ പോയിക്കുന്നത്. സമയം ഇപ്പോൾ 6:20. ഇന്നത്തെ പരിപാടികൾ ഈ ഒരു പോയിന്റോട് കൂടി തീരുകയാണ്. ഇനിയിപ്പോൾ ക്യാമ്പ് ഫയർ, അത് കഴിഞ്ഞ് ഡിന്നർ, നേരെ തിരിച്ചു പോവാം.
KTCയുടെ രാമക്കൽ പാക്കേജ് ഉണ്ട് കേട്ടോ. അതെ, അതിന്റെ ഉല്ലാസയാത്ര വണ്ടിയാണ് കാണുന്നത്. ഇത് ഫുൾ ഡേ ട്രിപ്പ് ആണോ? അല്ല, എവിടെ സ്റ്റാർട്ടിങ്? ചാലക്കുടി. ഓക്കെ. അപ്പോ സ്റ്റാർട്ടിങ് ചാലക്കുടിന്ന്. ചാലക്കുടിന്ന് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് ഞങ്ങള് തൊടുപുഴ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ തുമ്പിച്ചിമല ആ വ്യൂ പോയിന്റാ. അത് കഴിച്ചിട്ട് പിന്നെ കുളമാവ് ഡാം, പിന്നെ നമ്മൾ നേരെ ഇവിടേക്ക് വരും, ചെറുതോണിയിൽ വന്നിട്ട് അവിടെ ഉച്ചഭക്ഷണം. അതിനുശേഷം പിന്നെ അവിടുന്ന് നമ്മൾ നേരെ കട്ടപ്പന വഴി രാമക്കൽമേട് വരുന്നു. പിന്നെ ഇവിടുന്ന് ജീപ്പിന് നമ്മൾ എത്ര രൂപ വരുന്ന ഒരാൾക്ക്? 1300 വിത്ത് ഫുഡ്. നമ്മുടെ KSRTCയുടെ പാക്കേജാണ് ഇത്. ചാലക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാമക്കൽമേട് കറങ്ങി തിരിച്ചു പോണ ഒരു ട്രിപ്പ്. 1300 രൂപയാണ് ഒരാൾക്ക് പറഞ്ഞത്. ഇവർക്ക് മൂന്നാറൊക്കെ ഇതുപോലെ പാക്കേജുകളുണ്ട് കേട്ടോ. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. അങ്ങനെ അടിച്ചുപൊളി ക്യാമ്പ് ഫയറും കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞ് നമ്മളിത് തിരിച്ചുള്ള യാത്രയിലാണ്. മനോഹരമായ 2 ദിവസത്തെ കൊടൈക്കനാൽ രാമക്കൽമേട് യാത്ര അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് അടിമാലി വഴിയാണ്. നമ്മുടെ മൂന്നാർ അടിമാലി ആ റൂട്ട്. മൂന്നാർ ടച്ച് ചെയ്യില്ല, അടിമാലി വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇടുക്കി വഴിയും പോവാം, പക്ഷേ ആ റൂട്ട് കുറച്ച് ദൂരം കൂടുതലാണ്. ഇതാണ് എളുപ്പ വഴി. അപ്പോൾ നമ്മൾ അടിമാലി ചെന്ന് കയറി അവിടെ നിന്ന് എറണാകുളം വഴി നേരെ തൃശ്ശൂർ. അപ്പോൾ എന്തായാലും മനോഹരമായൊരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല ടൂർ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. യാത്ര, ഭക്ഷണം, അതുപോലെ താമസം എല്ലാം അടങ്ങുന്ന അടിപൊളി പാക്കേജുകൾ സൗത്ത് ഇന്ത്യയിലെ എവിടെയും, അതുപോലെ തായ്ലൻഡ് പാക്കേജുകൾ എല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ 2 വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through.